ഹോളിവുഡ് റേഞ്ചിലുള്ള ഒരു ചിത്രം വളരെ കുറഞ്ഞ ബജറ്റിൽ ഒരു കൊച്ചു കേരളീയ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബേസിൽ ജോസഫും ടീമും എങ്ങനെ ഒരുക്കിയെടുത്തു എന്നതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നമുക്ക് നോക്കാം. സോ ദിസ് ഇസ് ദ ഹിസ്റ്ററി. സോ ഫസ്റ്റ് ഓഫ് ഓൾ, മീൻ പിടുത്തക്കാരനിൽ നിന്ന് തയ്യൽക്കാരനിലേക്ക്. തിരക്കഥാകൃത്ത് അരുൺ അനിരുദ്ധനാണ് ഇടിമിന്നലേറ്റ് സൂപ്പർ പവർ കിട്ടുന്ന ഒരു നാട്ടിൻ പുറത്തുകാരൻ വൺ ലൈൻ ഐഡിയ ബേസിലിനോട് പറയുന്നത്. ആദ്യത്തെ പ്ലാനിൽ നായകൻ ജെയ്സൺ ഒരു മീൻ പിടുത്തക്കാരനായിരുന്നു. എന്നാൽ ഇടിമിന്നൽ ഏൽക്കുന്ന രംഗവും കടലും തമ്മിൽ കണക്ട് ചെയ്യാൻ പാടാണെന്ന് തോന്നിയത് കൊണ്ട് പിന്നീട് ജെയ്സനെ ഒരു തയ്യൽക്കാരനാക്കി, ഒരു ടൈലറാക്കി മാറ്റുകയായിരുന്നു. നോ ഹോളിവുഡ് ലിസ്റ്റ്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ സമയത്തെ ബേസിലും എഴുത്തുകാരനും ചേർന്ന് ഒരു പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഹോളിവുഡ് സൂപ്പർ ഹീറോ സിനിമകളിൽ കാണുന്ന വൻകിട ഗാഡ്ജറ്റുകളോ വലിയ കെട്ടിടങ്ങളോ ഒന്നും ഇതിന് ഉണ്ടാകരുത് എന്നതായിരുന്നു പ്രധാന തീരുമാനം. മുണ്ട് ധരിച്ച സൂപ്പർ ഹീറോ. സൂപ്പർ പവർ കിട്ടിയാലും നായകൻ ലുങ്കിയും റബ്ബർ ചെരിപ്പും ഇട്ട് നടക്കണം എന്ന നിർബന്ധം അവർക്കുണ്ടായിരുന്നു. മാതാപിതാക്കൾക്ക് പോലും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ കഥ തികച്ചും റിയലിസ്റ്റിക് ആയിരിക്കണം എന്ന് ബേസിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ടോവിനോയുടെ കഷ്ടപ്പാടുകളും കോസ്റ്റ്യൂംസും. ടോവിനോയുടെ ഒരേ ഒരു ചോയ്സ് കോമഡിയും അത്ലറ്റിക് ഫിസിക്കും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയുന്ന ടോവിനോ തോമസ് മാത്രമായിരുന്നു ബേസിലിൻ്റെ മനസ്സിൽ. എന്നാൽ സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. ചൂടും ബുദ്ധിമുട്ടും. ചുവപ്പ് നിലയും കലർന്ന ടൈറ്റ് കോസ്റ്റ്യൂംസ് ഇട്ട് കേരളത്തിലെ കടുത്ത ചൂടിൽ ഫൈറ്റ് സീനുകൾ ചെയ്യുക എന്നത് ടോവിനോയ്ക്ക് കഠിനമായിരുന്നു. പലപ്പോഴും കോസ്റ്റ്യൂമിൻ്റെ ഉള്ളിൽ വിയർത്ത് കുളിച്ചാണ് താരം അഭിനയിച്ചത്. വില്ലൻ ഷിബുവും ബ്ലാങ്കറ്റും. ഗുരു സോമസുന്ദരത്തിൻ്റെ എൻട്രി. ചിത്രത്തിൽ നായകനൊപ്പം തന്നെ കയ്യടി നേടിയ കഥാപാത്രമാണ് ഗുരു സോമസുന്ദരം. ചെയ്ത വില്ലൻ ഷിബു എന്ന ഒരു തമിഴ് ചിത്രമായ ജോക്കർ കണ്ടാണ് ബേസിൽ പുള്ളിയെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.